ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നത് വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 34 സങ്കീർത്തനം അതിൻ്റെ 4 മുതലായ വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടിവിച്ചു. അവങ്കിലേക്ക് നോക്കുന്ന പ്രകാശിതരായ അവിടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടിവിക്കുന്നു. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 4 വലിയ വിടുതലുകളെക്കുറിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. 4-ാം വാക്യത്തിൽ കാണുന്നു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും വിടിവിച്ചു. ദൈവത്തിന് നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ വാദിക്കുന്ന ചില ദുഷ്ടശക്തികളുണ്ട് പ്രിയമുള്ളവരെ. ആ ഭയം, ദൈവത്തിന് സ്തോത്രം, പലപ്പോഴും നമ്മളെ ഹല്ലേലൂയ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി കളയുന്നതായ ഹല്ലേലൂയ അനവധി ദൈവത്തിന് ജീവിതത്തിൽ അനവധി പ്രതിസന്ധികൾ കടന്നു വരാം. എന്നാൽ ആ ഭയത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ഇവിടെ എന്താ വാക്യം വായിക്കുന്നത്? ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ദൈവത്തിന് അപേക്ഷിച്ചു. ഇംഗ്ലീഷിൽ അത് കാണുന്നത് ഹല്ലേലൂയ അന്വേഷിച്ചെന്ന, യഹോവയെ അന്വേഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നെ വിട്ടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമായി. ദൈവത്തിന് സ്തോത്രം. ദാവീദ് വളരെ ഭയം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു സന്ദർഭമുണ്ടായി. എന്നാൽ അവിടെ നിന്ന് വിടിവിച്ചു എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന് സ്തോത്രം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ജീവിതത്തിന് നേരെ ഭയപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുന്ന ദുഷ്ടശക്തികളുണ്ട് പ്രിയമുള്ളവരെ. അതിൽ നിന്നൊരു വിടുതൽ ജീവിതത്തിൽ ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 4:18 വായിക്കുമ്പോൾ ദൈവം ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഭയം. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. 1 യോഹന്നാൻ 4:18 പറയുന്നു, ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ദൈവത്തിന് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുക, ഭയത്തിന് ദൈവത്തിന് ദണ്ഡനമുള്ളതിനാൽ, ഭയം ദൈവത്തിന് ഞെരുക്കി കളയുന്നതാണ്, ദണ്ഡിപ്പിക്കുന്നതാണ്, ദൈവത്തിന് ഇല്ലാതാക്കി കളയുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഭയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നമ്മളെ ഞെരുക്കി നമ്മളെ ഇല്ലാതാക്കി കളയും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, വചനം എന്താ പറയുന്നത്? ഹല്ലേലൂയ. ഞെരുക്കി കളയുന്ന, ഇല്ലാതാക്കി കളയുന്ന ഭയത്തിൻ്റെ ശക്തികളെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ യഹോവയോട് അപേക്ഷിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് ഇവിടെ ചെയ്തത് അതാ. ജീവിതത്തിൻ്റെ മേൽ ഹല്ലേലൂയ ദാവീദിന് ഭയമില്ല. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അതാ കാണുന്നത്. ദൈവത്തിന് ഗോലിയാത്തിൻ്റെ നേരെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ നമുക്കറിയാം വെല്ലുവിളിച്ചുകൊണ്ട് നിന്ന ഗോലിയാത്തിനെ ദൈവത്തിന് സ്തോത്രം ദാവീദ് നേരെ ചെന്നിട്ട് ഹല്ലേലൂയ ആ ഗോലിയാത്തിനെ തോൽപ്പിച്ച് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ അവൻ്റെ തലയെ അറുത്തെടുത്തുകൊണ്ട് വന്ന ദാവീദിനെ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇവിടെ ഹല്ലേലൂയ ദാവീദ് തന്നെ പറയുക, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു എന്ന് പറയുന്നതിന് പകരം യഹോവയെ അന്വേഷിച്ചു എന്ന ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നത്. അന്വേഷിക്കുന്ന ഒരുവൻ. ദൈവത്തിന് സ്തോത്രം. ഭയം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ യഹോവയെ അന്വേഷിച്ചാൽ ദൈവത്തിന് സ്തോത്രം ആ സകല ഭയങ്ങളിൽ നമുക്ക് വിടുതല. പ്രിയമുള്ളൊരു സകല ഭയത്തിൽ നിന്ന് വിടുതല. ദൈവസന്നിധി കടന്നു വരണം. 1 തീമോഥെയോസിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണും. 2 തീമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ. അതുകൊണ്ട് ദൈവം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുക, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. നമ്മെ ഭയപ്പെടുത്തുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ലെന്ന്. ഹല്ലേലൂയ. ദൈവമക്കളെ നമ്മളെ ഭയപ്പെടുത്തി നമ്മളെ കീഴ്പ്പെടുത്തി കളയുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ അതിൽ നിന്നൊരു വിടുതലാണ് നമുക്ക് ആവശ്യം. ദൈവവചനം പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഹല്ലേലൂയ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവത്തിന് സ്തോത്രം, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മാവ് എന്തുവാ? ശക്തിയുടെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം സ്നേഹത്തിൻ്റെ സുബോധത്തിൻ്റെ ആത്മാവല്ല, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. നമ്മെ മുൻപോട്ട് വിടത്തില്ലെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിനെ അല്ലെന്ന്. ദൈവത്തിന് സ്തോത്രം.
പലപ്പോഴും ഭീരുത്വം നമ്മുടെ ജീവിതത്തെ ഭയപ്പെടുത്തുന്നതാ. ദൈവത്തിന് സ്തോത്രം. ഭയം പലപ്പോഴും നമ്മളെ ഞെരുക്കി കളയുന്നതാ, നമ്മളെ ഇല്ലാതാക്കി കളയുന്നതാ. എന്നാൽ നമ്മെ ഭയപ്പെടുത്തുന്നതായ ദൈവത്തിന് സ്തോത്രം ചിന്തകളിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണോ? ദൈവസന്നിധിയിൽ അപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഇവിടെ പറയുക, എനിക്ക് ഉത്തരമള്ളി സകല ഒരു ഭയത്തിൽ നിന്നല്ല സകല ഭയത്തിൽ നിന്ന് എന്നെ വിടിവിച്ചു എന്ന ദൈവത്തിന് റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഭയപ്പെടുത്തുന്ന 8-ാം അധ്യായത്തിൻ്റെ റോമാലേഖനം ദൈവത്തിന് സ്തോത്രം 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു വാക്യമുണ്ട്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നമ്മളേത് ആത്മാവിനെയാണ് പ്രാപിച്ചത്? ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല. പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ലെന്ന്, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ അത്രേ നമ്മൾ പ്രാപിച്ചത്. നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ഏതാ പ്രിയമുള്ളവരെ? പുത്രത്വത്തിൻ്റെ ആത്മാവ്, ആ ശക്തിയുടെ ആത്മാവ്. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ ദൈവത്തിന് നമ്മെ ഭയപ്പെടുത്തുന്ന ദാസ്യത്തിൻ്റെ ആത്മാവിൽ നിന്ന് വലിയൊരു വിടുതലാണ് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബായ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ നമ്മൾ പ്രാപിച്ചത്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഭയപ്പെടുത്തുന്ന ഭയത്തിൻ്റെ മുഖത്ത് ദൈവത്തെ അന്വേഷിക്കുക എന്നാണ് നമ്മളിവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. 77-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു വാക്യമുണ്ട്. 77-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? 77-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കയ്യെ തളരാതെ മലർത്തിയിരുന്നു, എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചെന്ന്. ദൈവത്തിന് സ്തോത്രം. കഷ്ട ദിവസത്തിൽ, ഹല്ലേലൂയ, ഭയത്തിൻ്റെ ദിവസത്തിൽ, വേദനയുടെ ദിവസത്തിൽ എന്താ? ഞാൻ യഹോവയെ അന്വേഷിച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് കടന്നു വരാം. ദൈവത്തിന് സ്തോത്രം. 56-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന വാക്യം 56-ാം സങ്കീർത്തനത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം. അവിടെ 2 വാക്യങ്ങളുണ്ട്. 56-ന്റെ ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 3-ൽ കാണുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഒരു ഭക്തൻ ഭയപ്പെടുന്ന നാളിൽ ആരിൽ ആശ്രയിക്കേണ്ടേ? നമ്മുടെ തമ്പുരാൻ കർത്താവിൽ ആശ്രയിക്കുക. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഹല്ലേലൂയ 11 ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഹല്ലേലൂയ 11-ൽ കാണും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഇവിടെ വളരെ വ്യക്തമായിട്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുക, ഞാൻ ഭയപ്പെടുക. ധൈര്യത്തോട് നമുക്ക് പറയുവാൻ കഴിയട്ടെ, ഭയപ്പെടുന്ന നാളിൽ ഞാൻ എൻ്റെ തമ്പുരാനിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, മനുഷ്യനോട് എന്ത് ചെയ്യുവാൻ കഴിയും? എന്നെ ഭയപ്പെടുത്തുന്ന, എന്നെ ഇല്ലാതാക്കി കളയുന്ന, എന്നെ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്ന ദൂട്ടശക്തിയുടെ മേൽ ജയമെടുത്തുകൊണ്ട് മുന്നേറുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ഇടയാക്കട്ടെ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എന്നെ ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നെ വിടിവിച്ചു. ഭയങ്ങളിൽ ഒരു ഭയത്തിൽ നിന്ന് സകല ഭയത്തിൽ നിന്ന് നമ്മെ വിടിവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് ഈ വാക്യത്തിന് മുമ്പാകെ ഞാൻ പറയുകയാണ്. നമ്മെ ഭയപ്പെടുന്ന, നമ്മെ ഇല്ലാതാക്കി കളയുന്ന, ദൈവത്തിന് സ്തോത്രം മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തിയുടെ മേൽ ജയമെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നേറാം. അതിനായിട്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വാക്യം തന്ന വചനം തന്നോർത്ത് സ്തോത്രം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ യഹോവയിൽ ആശ്രയിക്കുമെന്ന് ദൈവവചനമാണല്ലോ. ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദൂട്ടശക്തിയുടെ മേലും വിടുതലേറ്റെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ സ്വർഗ്ഗം ഞങ്ങൾക്കിടയാക്കണമേ. സമ്പൂർണ്ണമായി താഴ്ത്തുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.